ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 18 മുതൽ 22 വരെ തിരുവചനങ്ങൾ. ഉപവാസത്തെ സംബന്ധിച്ച് തർക്കം. ഒരിക്കൽ ഒരു യുവാവും യുവതിയും വിവാഹിതരായി. വിവാഹത്തിൻ്റെയും മധുവിധുവിൻ്റെയും ആഘോഷങ്ങൾ തീരും മുൻപേ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി ദൂരദേശത്തേക്ക് വരന് ഒരു യാത്ര പോവേണ്ടതായ സാഹചര്യമുണ്ടായി. ആ യാത്രയ്ക്ക് അവൻ ഒരുങ്ങുമ്പോൾ ചിത്രകലയിലൊക്കെ അല്പം പ്രാവീണ്യമുള്ള ഭാര്യയായ യുവതി തൻ്റെ മണവാളൻ്റെ മനോഹരമായ ഒരു ചിത്രം ക്യാൻവാസിൽ വരയ്ക്കുന്നുണ്ട്. അവൻ ഇറങ്ങുമ്പോൾ ആ ചിത്രം ഒരു സമ്മാനമായി നൽകി അവൾ പറയുന്നുണ്ട്, എന്നെ ഇടയ്ക്കോർക്കാൻ ഇത് കയ്യിലിരിക്കട്ടെ എന്ന്. ഒത്തിരി സന്തോഷത്തോടെ ഭർത്താവ് പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിൻ്റെ ക്യാൻവാസിൽ എൻ്റെ മുഖം ഉള്ളതുകൊണ്ടാണല്ലോ ഇത്ര ഭംഗിയായി നിനക്ക് ഇത് വരയ്ക്കാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ ക്യാൻവാസിൽ ദിവ്യമണവാളനായ ഈശോയ്ക്ക് എപ്പോഴും ഒരു ഇടമുണ്ടാകണം. അവൻ്റെ മുഖവും സാന്നിധ്യവും നമ്മളെപ്പോഴും തേടണം. മണവാളൻ്റെ സാന്നിധ്യം അന്യമാകുന്ന നേരം ഉപവാസങ്ങൾക്ക് പ്രാധാന്യമേറുന്നു. ഉപവാസം സംസ്കൃതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഈ മലയാള വാക്കിന് അടുത്ത് വസിക്കുക എന്നാണ് അർത്ഥം. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 4:8 നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, എങ്കിൽ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഉപവാസം മുട്ടിച്ചേർന്ന് കൂടെ ആയിരുന്ന് അടുത്ത് വസിക്കുന്ന ഒരു അനുഭവമാണിത്. ഇമ്മാനുവേൽ അനുഭവം നൽകി ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് ഈശോ തരുന്നുണ്ട്. ദൈവം നമ്മോട് കൂടെ എന്ന് പറയുമ്പോഴും ഞാനെന്ന വ്യക്തി ഈശോയോട് കൂടെയാണോ ജീവിക്കുന്നത്, ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്? ഈ ഒരു കാര്യം നമ്മൾ ആത്മശോധനയ്ക്ക് വയ്ക്കണം. മണവാളൻ എപ്പോഴും പുതുമ സൂക്ഷിക്കുന്നവനാണ്. പുതിയ വസ്ത്രം, പുതിയ ചെരുപ്പ്, പുതിയ ആഭരണങ്ങൾ, അങ്ങനെ അവനിലൊരു പുതുമോടിയുണ്ട്. അവനോട് ചേർന്ന് നിൽക്കാൻ ഈ ഒരു പുതുമ നമുക്ക് ആവശ്യമാണ്. പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടത്തിൽ ഒഴിച്ചു വയ്ക്കരുതെന്ന് പറയുമ്പോഴും പഴയ വസ്ത്രത്തിൽ പുതിയ വസ്ത്രം തുന്നിച്ചേർക്കരുത് എന്നവൻ പറയുമ്പോഴും ഹൃദയത്തിൻ്റെ ഒരു പുതുമ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. സങ്കീർത്തകൻ്റെ ഒരു പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ്. നിർമ്മലമായ ഒരു ഹൃദയം, ഒരു പുതിയ ചൈതന്യം, അത് തരയണമേ ദൈവമേ എന്ന് 51-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മണവാളൻ്റെ ഹൃദയത്തിന് അനുരൂപപ്പെടാൻ കൊതിച്ച വിശുദ്ധ പൗലോസും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. പഴയ മനുഷ്യനെ ഉരിഞ്ഞുമാറ്റി പുതിയ മനുഷ്യനെ ധരിക്കാൻ. ഈശോയാകുന്ന മണവാളനോട് ചേർന്നിരിക്കുമ്പോൾ ഹൃദയത്തിന് ഈ ഒരു പുതുമ ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ പ്രഭാതത്തിലുമുള്ള ദിവ്യമണവാളൻ്റെ പുതിയ സ്നേഹം നമ്മെ പൊതിയട്ടെ. ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാനുള്ള കൃപ നമുക്ക് ചോദിക്കാം. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിനം നേരുന്നു.